ബ്രോഡ്വേയിൽ വലിയ തീപിടുത്തമുണ്ടായി എന്ന വാർത്തയാണ് ഇന്ന് രാവിലെ നമ്മളെ തേടിയെത്തിയത്. കത്തി നശിച്ചത് 10-ലേറെ കടകളാണ്. 8 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ഫാൻസി സാധനങ്ങൾ വിൽക്കുന്ന കടകളിലാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വിവരങ്ങളുമായി തിയോഫിൻ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായതെന്ന് പരിശോധിക്കാം. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. ബ്രോഡ്വേയിൽ വലിയ തീപിടുത്തമുണ്ടായി എന്ന വാർത്ത കേട്ടാണ് ഇന്നത്തെ നമ്മുടെ വാർത്താ ദിവസം തുടങ്ങിയത്. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞോ? എത്രത്തോളം കടകളിലേക്കാണ് തീ പടർന്നത്? എന്താണ് സംഭവിച്ചത്? മനു, തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ വലിയ ആശ്വാസകരമാണ്. കാരണം ഏറ്റവും തിരക്കുള്ളൊരു സ്ഥലമാണ് ഈ ബ്രോഡ്വേയിലെ ശ്രീധർ തിയേറ്ററിന് സമീപത്തുള്ള കെട്ടിടത്തിലാണ്, ഈ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലുള്ള കടകളിലാണ് തീപിടുത്തമുണ്ടായത്. ഇതിൽ ഏറ്റവും താഴെയുള്ള കടകളിൽ നിന്ന് ഉയർന്ന തീ അതിന് മുകളിലേക്ക് വരെ വ്യാപിച്ചു. നമുക്കറിയാം, ഇപ്പോൾ ഈ കെട്ടിടത്തിൽ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ ഈ കെട്ടിടം മുഴുവനായി തന്നെ കരിയും പുകയും നിറഞ്ഞൊരവസ്ഥയിലാണ്. രാത്രി ഒരു 12:30യോടുകൂടിയാണ് തീപിടുത്തമുണ്ടായത്. 2 മണിക്കൂറോളം പരിശ്രമിച്ചാണ് ഫയർഫോഴ്സ് തീ അണച്ചത്. കൊച്ചി നഗരത്തിനുള്ളിൽ തന്നെ വിവിധ ഫയർഫോഴ്സ് യൂണിറ്റുകളിൽ നിന്നായി, ഗാന്ധിനഗർ യൂണിറ്റിൽ നിന്ന് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നായി 8ഓളം യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. പക്ഷേ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്നാണ്. 2 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ആശ്വാസകരം. ഈ കെട്ടിടത്തിൽ ഇത് നിറയെ കെട്ടിടങ്ങൾ കടകൾ തിങ്ങി നിറഞ്ഞൊരു കെട്ടിടമാണ്. ഇതിൽ തന്നെ ഒരുപാട് കടകൾ, പ്രത്യേകിച്ച് അതായത് തീപിടുത്തം ഉണ്ടായാൽ തീ ആളി പടരാൻ സാധ്യതയുള്ള സാധനങ്ങൾ നിറഞ്ഞൊരു കടയാണ്. ഈ ഭാഗത്ത് ചവറുകൾ കൂടിക്കിടുന്നൊരു ഭാഗമുണ്ട്. ഇവിടെ ചവറുകൾ കൂടിക്കിടുന്ന സ്ഥലത്തു നിന്നാണ് തീ പടർന്നത്. കടകളിലേക്ക് പടർന്ന തീ അത് 12ഓളം കടകളിലേക്ക് ഈ തീ വ്യാപിക്കുകയും ചെയ്തു. ഈ കടകളിൽ വിറ്റിരുന്നത് പ്ലാസ്റ്റിക് സാധനങ്ങൾ, കളിപ്പാട്ടങ്ങൾ, അതോടൊപ്പം തന്നെ ഈ അലങ്കാര സാധനങ്ങൾ, ഈ LED ബൾബുകളൊക്കെയുള്ള നമ്മൾ ഈ ഫാൻസി സാധനങ്ങൾ നിറയുള്ള കടകളാണ്. അങ്ങനെ അവിടെ നിന്ന് തീ പടർന്നതാണ്. ഈ ഇത്തരം സാധനങ്ങൾ നിറഞ്ഞതുകൊണ്ട് അതുപോലെ തന്നെ ഈ ചവറുകൾ കൂട്ടി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇപ്പോഴും ഈ ചിലയിടത്ത് പുക ഇവിടെ കാണുന്നുണ്ട്. ഈ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് തുടങ്ങിയ തീയാണത് ഇവിടെ നിന്ന് പടർന്ന് പുറത്തേക്ക് കടകളിലേക്ക് വ്യാപിച്ചത്. വൈകുന്നേരം കച്ചവടമെല്ലാം കഴിഞ്ഞ് സ്ഥാപനങ്ങളിൽ നിന്ന് ആളുകൾ പോയ സമയമാണ്. പക്ഷേ ഇവിടെ തന്നെയുമല്ല, ഈ കെട്ടിടത്തിൻ്റെ ചുറ്റും ഈ ഫയർഫോഴ്സ് എത്താനുള്ളൊരു സംവിധാനം കുറവാണ്. പക്ഷേ തൊട്ടടുത്ത് തന്നെ റോഡുള്ളത് കൊണ്ട് വലിയ ആശ്വാസമായി. കെട്ടിടത്തിൻ്റെ മുന്നിൽ തന്നെ ഈ റോഡിലൂടെ ഫയർഫോഴ്സിന് എത്തി തീയണയ്ക്കാൻ സാധിച്ചു എന്നതാണ്. ഇത്രയധികം ഫയർഫോഴ്സ് ഒരുമിച്ച് പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ വലിയ അതായത് അപകടത്തിൻ്റെ വ്യാപ്തി കുറഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. വളരെ പെട്ടെന്ന് 2 മണിക്കൂറോളം സമയം കൊണ്ട് തന്നെ തീ അണയ്ക്കാൻ കഴിഞ്ഞു എന്നാണ് ഏറെ ആശ്വാസകരം. ഇവിടെ നമുക്ക് ഈ കെട്ടിടത്തിൻ്റെ ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ട ഭാഗത്തു നിന്നാണ് തീ പടർന്നത്. അവിടെ നിന്ന് ഈ കടകളിലേക്ക് വ്യാപിച്ചു. ഈ ഭാഗത്തൊക്കെയാണ് വ്യാപകമായി തന്നെ തീ ഉണ്ടായത്. ഈ ഇവിടെയുള്ള ഈ കടകളുടെ ഉള്ളിലൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാം, അതിനുള്ളിലുണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങളും കത്തി നശിച്ചിട്ടുണ്ട്. ഫാൻസി സാധനങ്ങൾ, പ്ലാസ്റ്റിക് സാധനങ്ങൾ, കളിക്കോപ്പുകൾ, കുട്ടികൾക്കായുള്ള കളിക്കോപ്പുകൾ, അതുപോലെ മറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഫാൻസി സാധനങ്ങളൊക്കെയുള്ള കടകളാണ് പലതും. അത്തരം കടകളിലെ ഈ മുഴുവൻ സാധനങ്ങൾ ഇവിടെ കത്തി നശിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് അപ്പുറത്തേക്ക് ഈ കടകളിലേക്കൊക്കെ ഇപ്പോൾ ഈ വെള്ളം ഫയർഫോഴ്സ്, അതായത് ഈ തീ കെടുത്താനായി ഫയർഫോഴ്സ് അടിച്ച വെള്ളമൊക്കെ എപ്പോഴും നമുക്ക് കെട്ടിക്കിടക്കുന്നത് കാണാൻ പറ്റും. ഈ കെട്ടിടത്തിലെ മുഴുവൻ കടകൾ, അതായത് ഈ ഭാഗത്തുള്ള ഇതിൻ്റെ ഒരു വശത്തുള്ള കടകളാണ് ഏറെക്കുറെ പൂർണ്ണമായും കത്തി നശിച്ചത്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്തുള്ള കടകളാണ്. ഇവിടെ താഴെയും മുകളിലുള്ള കടകൾക്കാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത്. ഈ ദൃശ്യങ്ങൾ കാണുന്ന ഇവിടെ ഒരു 2ാമത്തെ ഷട്ടറുണ്ട്. ആ ഷട്ടറിനുള്ളിലേക്കൊക്കെ മുഴുവനായി തീ പടരുകയും ചെയ്തു. സാധനങ്ങൾ മുഴുവൻ, അതായത് ഇവിടെ സ്റ്റോക്കായി ഉണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങളും കത്തി നശിച്ചിട്ടുണ്ട്. പ്രധാനമായി തീ പടരാൻ കാരണമായത് ഇവിടെ ഉണ്ടായിരുന്ന ഈ മാലിന്യ കൂമ്പാരത്തിൽ നിന്നാണ് എന്നാണ് പ്രാഥമിക നിഗമനം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീ പടർന്നത്. ഈ കത്തി നശിക്കുന്ന സാധനങ്ങളായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അതിലേക്ക് തീ വ്യാപിക്കുകയും ചെയ്തു. പക്ഷേ തീ നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. മനു, ഈ സമീപത്ത് അതിന് മാത്രം മാലിന്യങ്ങൾ ഇങ്ങനെ കൂമ്പാരമായി കിടക്കുന്നുണ്ടായിരുന്നോ? ഇത്രയും തീ ആളിപ്പടരാൻ പാകത്തിൽ ആ രീതിയിലാണോ, അത്തരത്തിൽ അലക്ഷ്യമായും അശ്രദ്ധമായിട്ടുമാണോ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്? മനു, ഈ കടകളുടെ സമീപത്ത്, അതായത് ഇവിടെ കെട്ടിടങ്ങൾ പൊളിച്ചതിൻ്റെ പ്ലൈവുഡ്, അങ്ങനെയുള്ള നിരവധി സാധനങ്ങൾ, പ്ലാസ്റ്റിക് സാധനങ്ങളുണ്ട്. അങ്ങനത്തെ മാലിന്യങ്ങളാണ് ഇവിടെ ഡംപ് ചെയ്തിട്ടിരുന്നത്. ആ ഡംപ് ചെയ്തിരുന്ന ഭാഗത്തു നിന്നാണ് തീ പടർന്നത്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്ത് ഇപ്പോൾ ചെറിയ പുക ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അവിടെ ഈ പ്ലാസ്റ്റിക് സാധനങ്ങൾ, കേബിളുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടി കിടക്കുന്ന ഒരു സ്ഥലമാണ്. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു അലക്ഷ്യമായി കൂട്ടിയിട്ടിരുന്നത് തന്നെ നമുക്കത് കരുതേണ്ടി വരും. അങ്ങനെ വളരെ കുന്നുകൂടി കിടന്നൊരു ഭാഗത്താണ്. ഈ ഭാഗത്ത് തന്നെ ഇതുപോലെ പ്ലാസ്റ്റിക്
കവറിംഗ് ഉള്ള കേബിളുകൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഒട്ടേറുണ്ട്. ടൈൽസ് ഉണ്ട്, പ്ലൈവുഡുകളുണ്ട്, ഒപ്പം നിരവധി ഈ വയറ്, കേബിൾ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കൂടിക്കിടക്കുന്നുണ്ട്. ഫ്ലക്സിൻ്റെ പ്ലാസ്റ്റിക് കവറുകൾ, ഈ സാധനങ്ങൾ പാക്ക് ചെയ്ത് തന്ന പ്ലാസ്റ്റിക് ചാക്കുകൾ, കവറുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഭാഗത്ത് ഇപ്പോൾ ചെറിയ തോതിൽ ഇപ്പോൾ വീണ്ടും പുക ഉയരുന്നുണ്ട്. എന്തായാലും ഇതിനടിയിൽ ചെറിയ തോതിൽ ഇപ്പോൾ തീ ഉണ്ട് എന്നതാണ്. പക്ഷേ വലിയൊരു ആശ്വാസം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഫയർഫോഴ്സ് അടിയന്തരമായ ഇടപെടൽ, വളരെ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് ഇടപെട്ടു. അതുകൊണ്ട് തന്നെ തീ വ്യാപിക്കുന്നത് തടയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മറ്റ് കടകളിലേക്ക് തീ വ്യാപിച്ചില്ല. കൂടുതൽ ഭാഗങ്ങളിലേക്ക് തീ വ്യാപിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാത്തത്ര ഈ അപകടത്തിന്റെ വ്യാപ്തി ഇതൊന്നും ആകുമായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്ത് തന്നെയാണെങ്കിലും ഏത് സമയത്താണ് ഈ തീപിടുത്തം ഉണ്ടായത് തിയോഫിൻ? രാത്രി എത്ര മണിയോട് കൂടിയാണ് ആ തീപിടുത്തം ഉണ്ടായത്? മനു, ഏകദേശം 1 മണിയോടുകൂടി 12:30-ക്ക് 1 മണിക്കും ഇടയിലാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് അനുമാനിക്കുന്നത്. അതിനുശേഷം ഇവിടെ നിന്ന് തീ പടർന്ന് ഈ മാലിന്യം കിടക്കുന്ന വേസ്റ്റുകൾ കൂട്ടിയിട്ടിരിക്കുന്ന ഭാഗത്ത് നിന്ന് തീ പടർന്ന് കടകളിലേക്ക് വ്യാപിച്ചതാണ്. അവിടെ നിന്ന് നമ്മളെ കാണുന്ന ആ ഷട്ടറിൻ്റെ ഭാഗത്തൊക്കെ അവിടെയാണ് ഏറ്റവും കൂടുതൽ തീപിടുത്തം ഉണ്ടായത്. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്ന ഈ മാലിന്യ കൂമ്പാരത്തിനപ്പുറത്തുള്ള ആ കടയിലേക്കാണ് ആദ്യം തീ പടർന്നത്. അതിന് മുകളിലേക്കുമുള്ള കടകളിലേക്ക് തീ കാര്യമായി വ്യാപിക്കുകയും ചെയ്തു. ഈ തീ പടർന്നത് ഇവിടുന്ന് തീ പടർന്ന് പിടിച്ചതോടുകൂടി കടയ്ക്കുള്ളിലുണ്ടായിരുന്ന സാധനങ്ങൾ, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്ലാസ്റ്റിക് സാധനങ്ങളും കളിക്കോപ്പുകൾ ഉൾപ്പെടെയുള്ള പെട്ടെന്ന് തന്നെ ഈ കത്തിപ്പിടിക്കുന്ന സാധനങ്ങളായിരുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിഷയമുണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് ഈ പരിസരത്ത് ഏതാനും ആൾക്കാരുണ്ട്. നമുക്ക് അവരോടൊന്ന് ചോദിച്ചു നോക്കാം. എപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ? ഞാൻ ഇപ്പോൾ പറഞ്ഞോളൂ. എത്രത്തോളം നഷ്ടം ഉണ്ടായി? ഒന്നും ഒരു ഐഡിയ ഇല്ല. ഞാൻ ഇപ്പോൾ വന്നോളൂ. അല്ല. ഓക്കെ, നമുക്ക് ഇനിയും ഏതാനും ആളുകളുണ്ട്. നമുക്ക് ഇവിടെ തന്നെ ചോദിക്കാം. ചേട്ടാ, ഇവിടെ അതായത് ഈ കടകളിലാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. ഒരു നിമിഷം ചേട്ടാ, എപ്പോഴാണ് അറിഞ്ഞത് തീപിടുത്തം ഉണ്ടായത്? 2:30 ഉണ്ടാവും. എത്ര മണിക്ക് അത് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ കഴിഞ്ഞു? ഒരു 4:30-5 മണി ഉണ്ടാവും. ചേട്ടൻ ഇവിടെ സ്ഥാപനമുള്ള ആളാണോ? ഇല്ല, നമ്മളിവിടെ ട്രാൻസ്പോർട്ട് നടത്തുന്ന ആളാണ്. അപ്പോൾ നമുക്ക് ഈ കടകളെല്ലാം അറിയാം. എന്തൊക്കെ സാധനങ്ങളുള്ള കടയാണിത്? ഇത് ടോയ്സ് ഉണ്ട്, ഇമിറ്റേഷൻ ഗോൾഡ്, മറ്റേ ഫാൻസി ഐറ്റംസ് ഇല്ലേ, ഫാൻസി ഐറ്റംസ് ഉണ്ട്, ഇമിറ്റേഷൻ ഗോൾഡ്, പിന്നെ ടോയ്സ്, അങ്ങനത്തെ സാധനങ്ങളാണ് മെയിനായിട്ട്. എത്ര കടകളെ ബാധിച്ചിട്ടുണ്ട് തീപിടുത്തം? ഇതിപ്പോൾ മെയിനായിട്ട് പറഞ്ഞാൽ ഈ കട ഫുള്ളായിട്ട് കത്തിപ്പോയി. ഇത് ടോയ്സ് കടയാണ്. തൊട്ടപ്പുറത്തെ കട എത്തി പകുതി പോയി, മുകളിൽ സ്വല്പം പോയിട്ടുണ്ട്. മെയിനായിട്ട് ഇതാ പോയിക്കണം. ഇത് ടോട്ടൽ പോയി, എല്ലാം പോയി, മൊത്തം ഒന്നുമില്ല, വെറും 0 ആയി. ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഭാഗത്താണ് തീ പടർന്നിട്ടുള്ളത്. ഇവിടുന്ന് പടർന്നതെന്നാണ് പറയുന്നത്. ഫയർഫോഴ്സിൽ പറഞ്ഞത് ഇതിൻ്റെ ഉള്ളിൽ ഈ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, പ്ലാസ്റ്റിക്, അതിനുള്ളിലാണ് തീ പടർന്നത്. അങ്ങനെയാണ് അവർ പറയുന്നത്. നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല, ബട്ട് അവർ പറയുന്നത് അങ്ങനെയാണ്. ഇതാണ് മനു. അതായത് ഫയർഫോഴ്സിൻ്റെ നടത്തിയ പരിശോധനയിൽ ഫയർഫോഴ്സിന് വ്യക്തമായത് ഈ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് തന്നെ തീ പടർന്നു എന്നാണ്. അവർ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഭാഗം, അതായത് അത് ഈ കടയോട് ചേർന്നുള്ള ഈ ഷട്ടർ, ഈ ഷീറ്റ് വെച്ച് മറച്ചിരിക്കുന്ന ഭാഗം, അതിനപ്പുറത്താണ് ഈ മറ്റേ പ്ലൈവുഡുകളും പ്ലാസ്റ്റിക് സാധനങ്ങളും ഉൾപ്പെടെ ഫ്ലക്സ് ബോർഡ്, ചാക്കുകളൊക്കെ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കൂടിക്കിടന്നിരുന്നത്. അവിടെ നിന്നാണ് തീ പടർന്നത്. നമ്മൾ നേരത്തെ ഒരു പുകയുയരുന്നത് കണ്ട ഭാഗം, അവിടെ നിന്ന് തീ പടർന്ന് ഈ കടയ്ക്കുള്ളിലേക്ക് വ്യാപിച്ചു. കാരണം ഈ കടയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് കടയുടെ വശം മതിലല്ല, ഷീറ്റാണ്. ആ ഷീറ്റിനിടയിലൂടെയാണ് ഇത് വ്യാപിച്ചത്. അങ്ങനെ ഈ തീയിലേക്ക്, അതായത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കടകളിൽ ഏറ്റവും കൂടുതൽ ഈ മുകളിൽ കാണുന്ന ഒരു കട, അത് ഉറപ്പാണ് അതിൻ്റെ താഴെയുള്ള കട. ആ താഴെയുള്ള കടയിലാണ് ഏറ്റവും കൂടുതൽ ഈ തീ ബാധിച്ചത്. അവിടെ പ്ലാസ്റ്റിക് സാധനങ്ങൾ, ടോയ്സ് ഉൾപ്പെടെയുള്ള സാധനങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ. അത് പൂർണ്ണമായി തന്നെ കത്തി നശിച്ചു. ഒന്നും അതിനകത്ത് ബാക്കിയില്ലാത്തൊരവസ്ഥയാണ്. കട പൂർണ്ണമായും കത്തി നശിച്ചു. അതിനുശേഷമാണ് മറ്റ് കടകളിലേക്ക് വ്യാപിച്ചത്. ഈ അടുത്തുള്ള കടകളിലേക്കൊക്കെ അത് വ്യാപിച്ചിട്ടുണ്ട്. ഈ അരികിലുള്ള കട, തൊട്ടപ്പുറത്തെ മുകളിലേക്കുള്ള കട, അത്തരം കടകളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി അറിയാവുന്ന ഒരാളോട് നമുക്ക് ചോദിക്കാം. ചേട്ടാ, ഇവിടെ കടയുള്ള ആളാണോ? ഞാൻ ഈ മുറിയുടെ ഉടമസ്ഥനാണ്. ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് വാടക കൊടുത്തതിനാണ്. അവിടെ നടത്തുന്ന ഈ ഹാപ്പി ടോയ്സ് എന്ന് പറഞ്ഞ കടയാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അവർ കടയൊക്കെ പൂട്ടി. ഇന്നലെ ഇപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞാറിച്ച് തിരക്കുറവാണ്. നേരത്തെ ഒരു 12 മണിയാകുമ്പോൾ അടച്ചു പോയി. ഒരു 12:30 മണിയാകുമ്പോഴായിട്ടാണ് തീ തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ സാറ് ആരും ഉണ്ടാകാത്തതാണ്. ഇന്നലെ ഒരു ക്ലീൻ ചെയ്യാൻ ഒരാൾ ഇവിടെ നിന്ന്, അയാൾ കണ്ട കാരണം അപ്പം തന്നെ വിളിച്ച് പറഞ്ഞ് ഫയർ എഞ്ചിനും കാര്യങ്ങളൊക്കെ എത്തി 3-3:30 തീ അണക്കാൻ പറ്റും. അപ്പോൾ പൂർണ്ണമായി ആ കട കത്തി നശിച്ചു. അതിൻ്റെ മുകളിൽ ഭാഗികമായിട്ടും പോയി, അതിൻ്റെ അപ്പുറത്തും ഭാഗികമായിട്ടും പോയി. ഒരു കോടിക്കണക്കിന് രൂപയുടെ വലിയ വാടകക്കാർക്ക് പോയി. കുറച്ചല്ല, നല്ലൊരു തുക പോയി. ഇപ്പം എന്നെ ഇപ്പോൾ അതിൻ്റെ ഒരു മുകളിലുടമസ്ഥൻ കൂടി ഇല്ല, ആൾ ചൈനയിലാണ്. അയാളിപ്പനെ വിളിച്ചിട്ടുണ്ട്. അയാളുടെയും ഭീമമായ തുക ഒക്കെ നഷ്ടപ്പെട്ടു. അത് ഈ സമയത്ത് ഈ 12 മണിക്ക് ആയത് കാരണം ഒരുപക്ഷെ ഇവിടെ അവസാനിച്ചു.
അതൊരു 2 മണിക്കാ 3 മണിക്കാ ആയിരുന്നെങ്കിൽ ഈ ആരുമില്ല ഇവിടെ, പിന്നെ ഇത് പൂർണ്ണമായി കത്തി തീരും, ആ അവസ്ഥയിലോട്ട് എത്തുമായിരുന്നു. ആരും കാണാനില്ല, പിന്നെ അപകടങ്ങൾ കൂടും. അത് ഈ 12 മണി ആ കച്ചവടം കഴിഞ്ഞ് എല്ലാവരും ആയിട്ട് പോയി, ഇവിടെ ആൾ ക്ലീൻ ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് ഈ സംഭവം അറിയാൻ സാധിച്ചത്. അതല്ലെങ്കിൽ സാധിക്കില്ലായിരുന്നു. ചിലപ്പോൾ ഭീമമായ നഷ്ടങ്ങളും ഭീമമായ അപകടങ്ങളും ഉണ്ടായി. പിന്നെ ആളുകൾക്ക് അപകടമില്ല, ആരും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഈ മറ്റുള്ള കടകളിലും ഈ പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുള്ള സാധനങ്ങളാണോ കൂടുതലൊക്കെ ഉള്ളത്? മൊത്തം അങ്ങനത്തെ സാധനങ്ങളാണ് എല്ലാം, ഈ ഫാൻസി ടോയ്സ് അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് ഇവിടെ മുഴുവനും, അല്ലാണ്ട് ഇവിടെ വേറെ ഐറ്റങ്ങളില്ല. അപ്പോൾ അതിന് തീ പിടിക്കാൻ പെട്ടെന്ന് സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ കെട്ടിടത്തിലാണ് ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ചുറ്റോട് ചുറ്റും ഈ ഫെയർ ആൻഡ് സേഫ്റ്റിക്ക് പറ്റിയ സംവിധാനങ്ങളില്ല. പെട്ടെന്നൊരു തീപിടുത്തമുണ്ടായാൽ എങ്ങനെ നിങ്ങൾ നോക്കി, ഇത് ഭയങ്കര കൺജസ്റ്റഡ് ചുറ്റുപാടും കിടക്കണതാണ്. ഒരു വണ്ടി വരാനാ, ഒരു പെട്ടെന്ന് തീ അണക്കാനാ. ഇതെല്ലാം രാത്രി ഇത്ര സമയം ആയത് കാരണം ഇവിടെ ആരും ഇല്ലാത്ത കാരണം പെട്ടെന്ന് വണ്ടി വന്ന് കത്തിയാണ്. വേറെ പകലാണെങ്കിൽ ഇത് പൂർണ്ണമായി കത്തിപ്പോവും. അത്രയും വണ്ടികൾ വന്ന് കയറാൻ ഇവിടെ തുടങ്ങിയാൽ നിൽക്കില്ല, അങ്ങോട്ട് കത്തിയാണ് പോവും. ഇതുപോലെ സാധനങ്ങളാണ് ഈ കിടക്കുന്ന സാധനങ്ങളുമാതിരി അത്രയും വെളുത്തി കത്താവുന്ന സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് മുഴുവൻ. അപ്പോൾ അപകടം ഉണ്ടായാൽ പിടിച്ചാൽ നിൽക്കാൻ പറ്റില്ല. അതിനോട് സംവിധാനങ്ങൾ ആക്കിയിട്ട് വേണം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ ശരിക്കും. അല്ലെങ്കിൽ ഇവിടെ അപകട സാധ്യത കൂടുതൽ തന്നെയാണ്. മനു, അതുതന്നെയാണ്. അതായത് ഈ 2-3 വിഷയങ്ങൾ. ഒന്ന്, ഈ ഇവിടെയുള്ള സാധനങ്ങൾ അത് വളരെ പെട്ടെന്ന് തീപിടിക്കാൻ സാധ്യതയുള്ള സാധനങ്ങളാണ്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കടകളിൽ നിന്ന് പുറത്തേക്ക് മാറ്റിയിട്ട സാധനങ്ങളാണ്. ഹാർഡ്ബോർഡ് ബോക്സുകളുണ്ട്, പഞ്ഞിയുണ്ട്, അകത്ത് അപ്പുറത്ത് കാണാം ടോയ്സ് ഉണ്ട്, പ്ലാസ്റ്റിക് ടോയ്സ് ഉണ്ട്. ഇത്തരം സാധനങ്ങളൊക്കെ ഉള്ള കടകളാണ് ഏറ്റവും കൂടുതൽ. ബാഗുകൾ, ടോയ്സ്, ഫാൻസി ഐറ്റംസ്, ഈ പഞ്ഞി, മറ്റേ ഡെക്കറേറ്റീവ് ഐറ്റംസ്, വിവിധ തരത്തിലുള്ള ഫാൻസി ലൈറ്റുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ള കടകളാണിത്. ഈ കടകളുടെ ഫ്ലെക്സ് ബോർഡ് ഉൾപ്പെടെ എല്ലായിടത്തും കത്തിനശിച്ചിട്ടുണ്ട്. ഇതാണ് ഈ ഹാപ്പി ടോയ്സ് എന്ന് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച കട. എല്ലാ കടകളെയും അത് ബാധിച്ചിട്ടുണ്ട്. ഇവിടെ പൂർണ്ണമായി തന്നെ ഇവിടെയുള്ള സാധനങ്ങളെല്ലാം കത്തിനശിച്ചു. പക്ഷേ നമുക്ക് ആ കെട്ടിടത്തിലേക്ക് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, ആ കെട്ടിടത്തിനെ അത് കാര്യമായി ബാധിച്ചില്ല എന്നുള്ളതാണ്. അതായത് ഈ വലിയൊരു ദുരന്തത്തിലേക്ക് ഇത് പോകാതെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ആശ്വാസകരം. അതിന് സാധിച്ചത് ഫയർഫോഴ്സിന് വളരെ പെട്ടെന്ന് എത്താൻ കഴിഞ്ഞു എന്നതുകൊണ്ടും ഫയർഫോഴ്സിന് ഇത്രയധികം യൂണിറ്റ് ഒരുമിച്ച് കൂടി അവർക്ക് ഇത് പിന്നെ തീ അണയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ ആ ദൃശ്യങ്ങൾ നമുക്കൊന്നുകൂടി വ്യക്തമായി കാണുന്നുണ്ട്. ആ ഫാൻസി സാധനങ്ങളാണ്, അതായത് ഡെക്കറേറ്റീവ് സാധനങ്ങൾ, ഈ അലങ്കാര വസ്തുക്കൾ, ഫാൻസി സാധനങ്ങളൊക്കെ ഉൾപ്പെടെയുള്ളവയാണ്. ഇതെല്ലാം ഇവിടെ ഈ കടകളിൽ ഈ ശേഖരിച്ച് വെച്ചിരുന്ന സാധനങ്ങളാണ്. ഈ കടകളിലാണ് ഏറ്റവും കൂടുതൽ, അതായത് ഇമിറ്റേഷൻ ജ്വല്ലറി ഐറ്റംസ് ആണ് ആ മുകളിൽ കാണുന്ന കട. ആ ജ്വല്ലറിയുടെ ഒരു അല്പഭാഗം മാത്രമാണ് നമുക്ക് ആ ബോർഡ് കാണാൻ സാധിക്കുന്നുള്ളൂ. ആ കടയാണ് അത് മുകളിലുള്ള. ഇതിൻ്റെ താഴത്തെ കടയിലാണ് ഏറ്റവും കൂടുതൽ തീപിടുത്തം ബാധിച്ചത്. അത് കൂടുതലായി ടോയ്സ് ഒക്കെ ഉൾപ്പെടെയുള്ള ചൈനീസ് നിർമ്മിത ടോയ്സ്, അങ്ങനത്തെ നമ്മൾ ചൈനീസ് ഐറ്റംസ് എന്ന് പറയാറുള്ള ഇനത്തിൽപ്പെട്ട ടോയ്സും പ്ലാസ്റ്റിക് സാധനങ്ങൾ ഉൾപ്പെട്ടതാണ്. ഒപ്പം സമീപത്ത് ഷൂ, ബാഗ്, അത്തരം സാധനങ്ങൾ വിൽക്കുന്ന കടയുണ്ട്. ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഈ തീപിടുത്തം ഉണ്ടായത് ടോയ്സ് വിൽക്കുന്ന കടയാണ്. അതിന് മുകളിലുള്ള ഇമിറ്റേഷൻ ആഭരണങ്ങൾ വിൽക്കുന്ന കടയും ഭാഗികമായി അത് ബാധിച്ചിട്ടുണ്ട്. എന്തായാലും കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മനു, ശരി, ഓക്കെ, താങ്ക് യു തിയോഫിനാണ് രാവിലെ നമുക്ക് ഈ വിവരങ്ങൾ നൽകിയത്. വലിയ തീപിടുത്തമാണ് ബ്രോഡ്വേയിൽ ഉണ്ടായത്. നാട്ടുകാരൊക്കെ പറയുന്നതനുസരിച്ച് രാത്രി ആ സമയത്ത് തീപിടുത്തം ഉണ്ടായതുകൊണ്ടാണ് ഇത് എങ്ങനെയെങ്കിലും അവസാനിച്ചത്, അല്ലെങ്കിൽ ഇതിനപ്പുറമുള്ള വലിയ അപകടങ്ങളിലേക്ക് പോകുമെന്നായിരുന്നു അവർ പറയുന്നത്. ഏതായാലും ഇതിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഒന്ന്, നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ കുറച്ചുകൂടി പൊളിച്ചെഴുതേണ്ടതുണ്ട് എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. പ്രത്യേകിച്ചും ഇപ്പോൾ പുതിയ ബിൽഡിങ്ങുകളൊക്കെ വരുമ്പോൾ ഒക്കെയാണ് അതിൽ ഈ പറയുന്ന സുരക്ഷാ സംവിധാനങ്ങളൊക്കെ പാലിച്ച് തന്നെയാണ് വരുന്നത്. പക്ഷേ ഈ ബ്രോഡ്വേ പോലുള്ള അല്ലെങ്കിൽ പഴയ വ്യാപാര സമുച്ചയങ്ങളിൽ എത്രമാത്രം തീപിടുത്തമൊക്കെ തടയാനുള്ള സംവിധാനങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ അത് വളരെ പരിതാപകരമാണ് എന്ന് നമുക്ക് മറുപടി പറയേണ്ടി വരും. അപ്പോൾ ആ രീതിയിൽ കൂടുതൽ ഇടപെടലുകൾ വേണ്ടിവരുന്ന ഒരു മേഖല കൂടിയാണ് ഇതെന്നാണ് ഈ ഇത്തരത്തിലുള്ള ഓരോ അപകടങ്ങളും നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അത് ആ രീതിയിൽ ശ്രദ്ധിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഒപ്പം തന്നെ നമ്മുടെ ഭാഗത്തു നിന്നും വലിയ ജാഗ്രത വേണം.